ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ TCSന്റെ നാസിക് ഓഫീസിൽ നടന്ന ഗൗരവകരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലൈംഗികാതിക്രമം, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു HR ഉദ്യോഗസ്ഥനുൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരാതി: ഒരു പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഹിന്ദു വിശ്വാസികളായ പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാന ആരോപണങ്ങൾ: നിർബന്ധപൂർവ്വം നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുക, റമദാൻ മാസത്തിൽ ഉപവസിക്കാൻ നിർബന്ധിക്കുക. അറസ്റ്റ്: സംഭവത്തിൽ 9 FIRകൾ രജിസ്റ്റർ ചെയ്യുകയും 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആസിഫ് അൻസാരി, ഷഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി തുടങ്ങിയവർക്കൊപ്പം HR വിഭാഗത്തിലെ നിദ ഖാൻ എന്ന വനിതയും പ്രതിസ്ഥാനത്തുണ്ട്. TCS നടപടി: കമ്പനി ഈ സംഭവത്തെ ഗൗരവമായി കാണുന്നുവെന്നും കുറ്റാരോപിതരായ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായും അറിയിച്ചു. ആഭ്യന്തര അന്വേഷണത്തിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന പ്രതികളും നടപടികളും. അറസ്റ്റ്: ടീം ലീഡർമാർ, എഞ്ചിനീയർമാർ, ഒരു മുതിർന്ന HR ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതി: കേസിലെ പ്രധാന പ്രതിയെന്ന് കരുതപ്പെടുന്ന നിദ ഖാൻ എന്ന ഉദ്യോഗസ്ഥ ഒളിവിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവർക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. SIT അന്വേഷണം: സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ: ഈ കേസിൽ ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ വളരെ ഗൗരവമുള്ളതാണ്. ലൈംഗികാതിക്രമം: വനിതാ ജീവനക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും അപമര്യാദയായി പെരുമാറാനും ശ്രമിച്ചതായി പരാതിയുണ്ട്. മതപരിവർത്തനം ശ്രമം: ജോലിയിൽ തുടരണമെങ്കിൽ മതം മാറണമെന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും സമ്മതം ചെലുത്തുകയും ചെയ്തതായി ആരോപണമുണ്ട്. ഭീഷണി: പരാതി നൽകാൻ ശ്രമിച്ചവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയപ്പെടുന്നു. കമ്പനിയുടെ പ്രതികരണം: TCS അധികൃതർ ഈ സംഭവത്തിൽ കർശനമായ നിലപാടാണ്